അച്ഛൻ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം. ആ രുദ്രസിംഹൻ നിസ്സാരക്കാരനല്ല. അതുമാത്രമല്ല, ഹൈമാവതി തമ്പുരാട്ടിക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമാ. അതുകൊണ്ടെന്താടാ, സ്വന്തമാക്കേണ്ടതിന് സ്വന്തമാക്കാൻ കളിക്കണം. തോൽക്കരുത്, തോൽവി അഭിനയിക്കണം. വിട്ടിയാകരുത്, വിട്ടിവേഷം കെട്ടണം. ഞാൻ മരിച്ചാലും നീ ജീവിക്കണം. പക്ഷേ അത് സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ കർട്ടന് പിന്നിൽ നിന്ന് എനിക്ക് കാണണ്ട. ഈ കണ്ണുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് ഈ ശിവതാണ് പോകൂ. അവൻ ഓലപ്പാമ്പല്ല, രാജവെമ്പാലയാ. അവന്റെ വിഷത്തിന് കാളിയനേക്കാൾ ശക്തിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, വീരഭൈരവൻ പറഞ്ഞതാ. എനിക്കെൻ്റെ അച്ഛനെ വേണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊന്നും സംഭവിക്കരുത്. എനിക്ക് പേടിയാ. നിനക്ക് നിന്റെ അമ്മയുടെ മനസ്സാ. എനിക്കറിയേണ്ടത് ഈ രുദ്രന്റെ ജന്മസ്ഥലമാണ്, ജനിച്ച ഗർഭപാത്രമാണ്. ഈ കോവിലകവുമായിട്ടുള്ള അവന്റെ ബന്ധത്തെക്കുറിച്ചാണ്. അഭിമന്യുവിന്റെ മതപ്പാടറിഞ്ഞ് അവൻ എങ്ങനെ ഇവിടെ വന്നു? മോനെ, ഹൈമവതി നിനക്കുള്ളതാ, നിനക്ക് മാത്രം. കാലം ഓടിത്തീരുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ മാത്രമല്ല, കാലവും. നാളെ അമാവാസി, നീ വരണം എൻ്റെ കൂടെ കുന്നത്തൂർ ഭൈരവന്റെ അടുത്തേക്ക്. അയ്യോ, ഞാനോ? അച്ഛന് ജയിക്കാൻ എന്നെ തോൽപ്പിക്കരുത്. തോൽവി? രുദ്രസിംഹനെയും ഹൈമവതിയെയും തളയ്ക്കാൻ കുന്നത്തൂർ ഭൈരവന്റെ ഒരു തകിട്. നാളെ ഞാൻ കാവിൽ കാത്തു നിൽക്കും. ഹൈമവതിയുടെ ഒരു നീണ്ട മുടി, അഭിമന്യുവിന്റെ ഒരു ആനവാല്. നീ വരും ഭൈരവന്റെ അടുത്തേക്ക്. പൊയ്ക്കോ, പൊയ്ക്കോ. ഭൈരവൻ ആഭിചാരം തുടങ്ങിയിരിക്കുന്നു. ഈ കോവിലകത്തിന്റെ പതനത്തിന്. ഭൈരവൻ? അതെ, കുന്നത്തൂർ വീരഭൈരവൻ. ആഭിചാരം കൊണ്ട് ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാക്കുന്ന അമാനുഷിക ശക്തി. ആകാശത്തിലെ അധമ നക്ഷത്രങ്ങളെ പിടികൂടി ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് വലിച്ചെറിയുന്ന ദുർമന്ത്രവാദി. അല്ലോ, അവൻ മനുഷ്യനാ? അവൻ ഈ കോവിലകത്തിന് എന്ത് ചെയ്യാനോ ഉസ്താദേ? ഒറ്റയ്ക്കല്ല, ഒപ്പം മുക്കോടൻ വക്കീലും ശിവതാണുവും. ഇനി ഹരികൃഷ്ണൻ കൂടിയാകുമ്പോൾ വൃത്തം പൂർണ്ണമാകും. പിന്നെ ഒരു പെണ്ണും. പെണ്ണോ? ഏതു പെണ്ണ്? ചേലാവൂർ കോവിലകത്ത ഉമയമ്മ. യാത്രയ്ക്കുള്ള നേരമാകുന്നു. ശിവതാണു, അവൻ ചാകാതെ നോക്കണം. ഒരു ഉറുമ്പ് പോലും അവനെ കടിക്കാതെ നോക്കണം. എനിക്കവനെ വേണം, പച്ച ജീവനോടെ. പിന്നെ ഹരികൃഷ്ണൻ, അവനിന്ന് ഭൈരവന്റെ പിടിയിലാകും. ചോരക്കുർത്തിയെക്കൊണ്ട് എന്റെ ദൃഷ്ടി അവൻ മറയ്ക്കും. ആനവാൽ ചോദിച്ച് ഹരികൃഷ്ണൻ വരും. ആനവാലോ? കൊടുത്തേക്ക്. യാത്ര പറയുന്നില്ല. ഉസ്താദ് എങ്ങോട്ടാ? മുന്നോട്ട്.
ആനവാലിനാവും. തരാം. ഉസ്താദ് പറഞ്ഞു പോയേ ഉള്ളൂ. അത് കൊണ്ടുപോയി ഉണ്ടാക്കി ഇവിടെ ഉള്ളൊരു മുഴുവൻ ഭൂമിക്കടിയിലേക്ക് താണുപോകുന്നു കരുതുന്നുണ്ടോ നീയെ? ആനവാലും മുടിയും വെറ്റിലയും പാക്കും മുന്നിലേക്ക് വെച്ച് സാഷ്ടാംഗം പ്രണമിച്ചോളൂ. ആനവാലിൽ തകിട് കെട്ടിക്കൊടുത്താൽ ചെറുക്കൻ നമ്മളെ ചതിക്കൂടോ? ഇല്ല ഇല്ല. ഉപ്പും ചോറും ശ്വാസവും തന്നവനെ ചതിച്ച നിന്റെ മകനായി. ഇവളുണ്ടല്ലോ എന്റെ ചോരക്കുറുത്തി. നെറുകേട് കാണിച്ച ചങ്ക് കീറി ചോര കുടിക്കും. ഇല്ലെന്ന് വെച്ച മനവത്തൂർ കോവിലകവും അവിടുത്തെ പെണ്ണും ചെക്കൻ്റെതാ. ചെക്കൻ്റെ മാത്രമല്ല, അവന്റെ തന്തയ്ക്കും കൂടിയുള്ളതാ. എല്ലാ അർത്ഥത്തിലും. മനസ്സിലായോ? ഓ, ഞാനും എൻ്റെ മോനും ചതിക്കില്ല, നെറുകേട് കാണിക്കില്ല. ഈ ചോരക്കുറുത്തിയാണ് സത്യം. പേടിക്കണ്ടടാ പന്നെ. ഒന്നുകൂടി ചോദിക്കുക, മനവത്തൂരിലെ പെണ്ണിനെയും കിടക്കയും കാണുമ്പോ ഞങ്ങളെ ചതിക്കൂ? ഇല്ല ഇല്ല. രാത്രിയിൽ ചോരക്കുറുത്തിക്ക് രക്തബലി. ചുവന്ന നിറത്തിലുള്ള 4 കാളക്കുട്ടികൾ. അതും ഈ ഭൂമിയിൽ പൊക്കിൾ കൂടി ഏറ്റുവീണിട്ട് 3 ദിവസമായത്. കൊണ്ടുവരൂ ഹൈമവതിയുടെ തലമുടി. ഈ ചെക്കന്റെ അടിവയ്ക്ക് നിന്ന് കുത്തിയെടുത്ത ചോര പച്ച ഈർക്കിളിൽ പുരട്ടി തലമുടി ചുറ്റിയെടുക്കണം. ചെയ്യാം. 4 മൃഗബലിയും കഴിഞ്ഞ് രുദ്രന്റെ മെഴുകു പ്രതിമ കത്തി ഒഴുകി തീർന്ന ഹൈമവതിയുടെ മനസ്സിൽ ഒരാൾ മാത്രം. നീ മാത്രം. മനസ്സിലായടാ? ആദ്യം പെണ്ണെന്തെന്നിവനറിയണം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി ഉണർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു പെണ്ണേ ഈ ഭൂമിയിലുള്ളൂ. അവൾ ഉമയമ്മ. സർപ്പസുന്ദരിയല്ലേ അവൾ? ഒരു നോട്ടം കൊണ്ട് നീലകണ്ഠ രാജയെ വീഴ്ത്തിയ സർപ്പസുന്ദരി. മനവത്തൂറിന്റെ അസ്ഥിവാരം വരെ എഴുതി വാങ്ങിയ മനുഷ്യയക്ഷിയാണവൾ, ഉമയമ്മ തമ്പുരാട്ടി. അപ്പുറത്തേക്ക് കൊണ്ടുപോ. രക്തവശീകരണ മാംസപൂജയ്ക്ക് ചെറുക്കനെ കുളിപ്പിച്ചെടുത്ത് കുറത്തി പൂജയ്ക്ക് കൊണ്ടുപോവാ. വന്നോളൂ. എൻ്റെ മോൻ്റെ ജീവന് ആപത്തൊന്നും വരരുത്. കുളി കഴിഞ്ഞ് യോനിയന്ത്ര പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ബോധം പോകുമെന്ന് പരികർമ്മി പറഞ്ഞു. അതെ, ബോധം പോകും. ഇവിടെ വച്ച് ബോധം വരുന്നത് ചേലാവൂർ കൊട്ടാരത്തിലെ ഉമ്മയമ്മയുടെ കിടപ്പറയിൽ.